പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്തറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ നന്ദി. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. നമുക്ക് വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം മഹത്തായ അനുഗ്രഹങ്ങളുടെ ദിനമാകുന്നു. ഈ ദിവസം മഹത്തായ അനുഗ്രഹങ്ങളുടെ ദിനമാകുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. Great things are coming to me. Great things are coming to me. Glorious things are coming to me. Glorious things are coming to me. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹമുള്ള വ്യക്തിയാകുന്നു. ആരോട് പറഞ്ഞാലും
ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് എനിക്ക് സന്ദേശം നൽകുന്നു. പരിശുദ്ധാത്മാവ് എനിക്ക് സന്ദേശം നൽകുന്നു. എല്ലായ്പ്പോഴും ഞാൻ ശരിയായ തീരുമാനമെടുക്കുന്നു. എല്ലായ്പ്പോഴും ഞാൻ ശരിയായ തീരുമാനമെടുക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. ഞാൻ സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സമാധാനം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ ക്ഷമയുള്ള വ്യക്തിയാകുന്നു. എന്റെ ജീവിതം അനുഗ്രഹം നിറഞ്ഞ ജീവിതമാകുന്നു. അനുഗ്രഹം നിറഞ്ഞ ജീവിതമാകുന്നു. ഞാൻ സമ്പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. എനിക്ക് ദീർഘായുസ്സുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ദീർഘായുസ്സുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ദീർഘായുസ്സുണ്ടെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. എന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം പ്രാപിക്കുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. എന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനെ നന്ദി പറയുന്നു. എന്നെ നീതീകരിച്ച് വിശദീകരിച്ചതിന് നന്ദി പറയുന്നു. എനിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാക്കുന്നു. ഒരു തിന്മയും എനിക്ക് സംഭവിക്കുകയില്ല. ഒരു രോഗവും എന്നെ സമീപിക്കുകയില്ല. എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ അനർഗളമായി അനുസ്യൂതം പ്രവഹിക്കുന്നു. അനുഗ്രഹങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാകുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകിയതിനെ നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ,
ഇന്നത്തെ ചിന്താ വിഷയത്തിനായിട്ട് ബൈബിൾ വിചിന്തനമായിട്ട് നമ്മൾ എടുക്കുന്ന വചനം തെസ്സലോനിയക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം, 1 Thessalonians chapter 5 verse 16. എപ്പോഴും സന്തോഷത്തോടുകൂടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. ദൈവത്തിന് എന്നെ കുറിച്ചിട്ടുള്ള പദ്ധതി എന്താണ്? എന്നെ കുറിച്ച് ദൈവത്തിനുള്ള ആലോചന എന്താണ്? എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിനുള്ള ലക്ഷ്യം എന്താണ്? പൗലോസ്ലീഹ പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തോർത്ത് നീ ദൈവത്തിന് നന്ദി പറയുക. ആ നന്ദിയുടെ ജീവിതം വഴി നിന്റെ ജീവിതം എപ്പോഴും സന്തോഷപൂർണമായിരിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയായി സ്ഥാനമേറ്റപ്പോൾ ദൈവജനം ലോകം മുഴുവനുമുള്ള 200 കോടി ക്രൈസ്തവർക്കുമായി മാർപ്പാപ്പയുടെ സന്ദേശമാണ് ഗോസ്പൽ ഓഫ് ജോയ്. മാർപ്പാപ്പയായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ക്രൈസ്തവ ജനത്തിനുള്ള വലിയ സന്ദേശം നൽകിയത് സന്തോഷത്തിന്റെ സുവിശേഷം എന്ന് അറിയപ്പെടുകയാണ്. എന്താണ് സന്തോഷത്തിന്റെ സുവിശേഷം? ഓരോ ക്രൈസ്തവനും എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി പെർമനന്റായി സന്തോഷത്തിലായിരിക്കുന്നത്? നിരന്തരം ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും ഒരു വ്യക്തി സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നത് എപ്പോഴാണ്? എപ്പോഴും അവന്റെ ഹൃദയത്തിൽ നന്ദി ഉണ്ടായിക്കഴിഞ്ഞാൽ, കൃതജ്ഞതയുണ്ടായിക്കഴിഞ്ഞാൽ, ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ശരീരത്തിൽ ഫീൽ ചെയ്ത് ദൈവസന്നിധിയിൽ നന്ദി പറയുമ്പോൾ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിരന്തരം നന്ദി പറയുമ്പോൾ നമ്മൾ സന്തോഷമുള്ളവരായിട്ട് മാറും. ഞാൻ ഈ നിമിഷം ഒരു ചെറിയ ആക്ടിവിറ്റി, മാർപ്പാപ്പ പറയുന്ന ഒരു ചെറിയൊരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാനായിട്ട് പോകുകയാണ്. നിങ്ങളൊരു നിമിഷം ഈ മാർപ്പാപ്പ പറയുന്ന ഈ സന്തോഷത്തിന്റെ ജീവിതം എങ്ങനെയാണ് എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കുക? ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിന്റെ എല്ലാ കണ്ണുനീരും ഞാൻ തുടച്ചു മാറ്റും, നിത്യമായ സന്തോഷം ഞാൻ നിനക്ക് നൽകും. എങ്ങനെയാണ് ഈ നിരന്തരമായ സന്തോഷത്തിന്റെ അവസ്ഥ കടന്നു വരുന്നത്? ഇതേക്കുറിച്ച് മാർപ്പാപ്പയുടെ വലിയൊരു ശുശ്രൂഷ നമ്മൾ നടത്തുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലെ ലഭിച്ചിട്ടുള്ള മാർപ്പാപ്പ പറയുന്ന കാര്യം കണ്ണടച്ച് നമ്മൾ ആലോചിക്കുക. Close your eyes and observe all the moment of your joy. ജീവിതത്തിലെ വലിയ ആനന്ദങ്ങളുണ്ടായ ഓരോ അനുഭവങ്ങളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ, വിജയകരമായ നേട്ടങ്ങൾ, നമ്മളുടെ വിജയത്തിന്റെ നിമിഷങ്ങൾ, നമ്മൾ നേടിയിട്ടുള്ള അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും അയവിറക്കാനായിട്ട് പറയുകയാണ്. Think about the moment of your joy. For example, നമ്മൾ ആദ്യമായിട്ട് ആദ്യ കുർബാന സ്വീകരിച്ച നിമിഷം, നമ്മുടെ കുട്ടിക്കാലത്ത് നല്ല വെള്ള വസ്ത്രമണിഞ്ഞ് ദേവാലയത്തിൽ ചെന്ന് മാതാപിതാക്കളോടുകൂടെ, പ്രിയ ബന്ധുമിത്രാദികളോടുകൂടെ ദേവാലയത്തിൽ ചെന്ന് നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ച അത് മനസ്സിലേക്ക് കൊണ്ടുവരിക.
അന്നത്തെ എല്ലാ സന്തോഷവും നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും വ്യാപരിക്കട്ടെ. സന്തോഷത്തിന്റെ ഓരോ നിമിഷങ്ങളും അതിന്റെ വലിയ എക്സൈറ്റ്മെന്റ്, ജോയ് ആൻഡ് ഹാപ്പിനെസ് ട്രാൻസ്ഫർ ഇൻ ടു എവറി സെൽസ് ഓഫ് യുവർ ബോഡി. ദാറ്റ് ജോയ് ഈസ് ഇൻക്രീസിങ്. നൗ യു തിങ്ക് അബൌട്ട് 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായതായിരിക്കാം. അപ്പോൾ ആ ഒരു പാസ്സായ നിമിഷം നമ്മുടെ അധ്യാപകർ നമ്മൾ അഭിനന്ദിച്ചു, നമ്മുടെ വീട്ടുകാർ നമ്മൾ അഭിനന്ദിച്ചു. അതിന്റെ സന്തോഷം മുഴുവനും ശരീരത്തിലേക്ക് കൊണ്ടുവരിക. നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു. വിവാഹത്തിലേക്ക് കടന്ന ആ ദിവസം വലിയ ആനന്ദത്തോടെ ജീവിതത്തിലേക്ക് ഒരു നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തു. ആ ഒരു സന്തോഷത്തിന്റെ ദിനം, അന്നത്തെ എല്ലാ that excitement, joy and happiness bring into your mind. You're feeling so excitement. അന്നത്തെ എല്ലാ സെലിബ്രേഷൻസും, വിവാഹത്തിന്റെ ദിവസത്തെ എല്ലാ ആഘോഷങ്ങളും you bring into your mind. You are full of joy, excitement, happiness. നമ്മൾ നല്ല കഠിനമായി അധ്വാനിച്ചൊരു ജോലി കിട്ടി. ആ ജോലി കിട്ടിയുടെ ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, അത് നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവനും കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തിന്റെ ഓരോ മസിലുകളിലേക്കും അന്നത്തെ ആനന്ദം. ആദ്യമായി ശമ്പളം കിട്ടിയതായിരിക്കാം. ആദ്യമായി ശമ്പളം കിട്ടി, ഇതാദ്യമായിട്ട് എനിക്ക് ശമ്പളം കയ്യിൽ കിട്ടിയത്, അതൊന്ന് ഓർത്ത് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ പൈസ അക്കൗണ്ടിൽ വന്നതായിരിക്കാം. അത് ദൈവത്തിന് കാഴ്ചവെച്ചതായിരിക്കാം. ആ സന്തോഷത്തിന് അനുഭവം, ദൈവം സമ്പത്ത് തന്നത്, ആദ്യമായി സമ്പത്ത് തന്നത്, ദൈവത്തിന്റെ മുമ്പിൽ നന്ദി പറയുകയാണ്. ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് ആദ്യമായി സാലറി വന്നത് ദൈവത്തിന് നന്ദി പറയുക. അതുപോലെ നമ്മൾ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ വളരെ അധ്വാനിച്ച് നമ്മുടെ വിയർപ്പ് തുള്ളിയുടെയൊക്കെ ഫലമായി ആദ്യമായി നമ്മളൊരു വീട് വാങ്ങിച്ച് പാല് കാച്ചി സ്വന്തമായ ഈ ഭൂമിയിൽ 700 കോടി ജനങ്ങളുള്ളിടത്ത് ദൈവം എനിക്കും സ്വന്തമായി വസിക്കാൻ, എൻ്റെ സ്വന്തം എന്നുള്ള രീതിയിൽ ഒരു ഭവനം ഇതാ എനിക്ക് തന്നിരിക്കുന്നു. ആ പാല് കാച്ചിയ ദിവസം ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റ് നേടിയത്, സ്വന്തമായ വീട് നേടിയത്, ദൈവത്തിന് നന്ദി പറയുക. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ വിവാഹ ജീവിതം തുടങ്ങി, ആദ്യമായി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് സ്വന്തം കുഞ്ഞിനെ കയ്യിലെടുത്ത ഒരു നിമിഷത്തെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വലിയൊരു ആനന്ദം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലെയും ആനന്ദത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ മാർപ്പാപ്പ പറയുകയാണ്. ജീവിതത്തിന്റെ വലിയ സന്തോഷം, ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി. All that moment of joy, bring it, count your blessing, feel it. ആ സന്തോഷം ഒരു 100 ഇരട്ടി ഫീൽ ചെയ്യണമായിട്ട്, വർദ്ധിക്കുന്നതായിട്ടൊന്ന് കണ്ടേ. അതിൽ നമ്മൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നതായിട്ട് കണ്ടേ. ഒരു മാരേജ് പാർട്ടിയിൽ പിള്ളേർ മുഴുവൻ ചാടുന്നത് പോലെ എൻ്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ആനന്ദം നിറഞ്ഞ് അത് 100 ഇരട്ടിയായിട്ട് വളർന്ന്, 1000 ഇരട്ടിയായിട്ട് വളർന്ന് ഫീൽ ചെയ്യുക. ഐ ആം ഫുൾ ഓഫ് ഹാപ്പി. എൻ്റെ ശരീരം മുഴുവനും, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ആനന്ദം നിറഞ്ഞിരിക്കുന്നു. ഐ ആം ഫുൾ ഓഫ് സെലിബ്രേഷൻ. ഡാൻസ് ഇറ്റ്. ഇറ്റ് ഈസ് ഇൻക്രീസ്. The 100-fold way, 1000-fold way. Every cells of my body, it is filled with excitement, joy and happiness. Yes, Lord, I am full of joy. Feel it. Slowly open your eyes. Feel it. Are you? Yes, I am full of joy. This is the Pope is telling, count your blessing. നമ്മൾ ഈ പ്രാർത്ഥനയെ പറ്റി പഠിക്കുമ്പോൾ എന്തിനാണ് ഈ കൃതജ്ഞതയുടെ സുവിശേഷത്തെ പറ്റി അറിയുന്നത്? നമ്മുടെ മനസ്സിലെ ബൈബിൾ പറയുകയാണ്, ഉള്ളവന് വീണ്ടും വീണ്ടും നൽകും. നമ്മുടെ സന്തോഷങ്ങളെ മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ എണ്ണി പറയുമ്പോൾ വീണ്ടും വീണ്ടും, അതാണ് ഒരു ജീവിതത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. മനുഷ്യർ കണ്ടെത്താത്തൊരു രഹസ്യമാണ്. മാർപ്പാപ്പ പറയുകയാണ്, നിന്റെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു വരും, നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരും. നീ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് നന്മയും വിജയവും ഉണ്ടാകും. എപ്പോഴും നിന്റെ മനസ്സിൽ കാന്തിക മനസ്സായിട്ട് മാറട്ടെ. ആകർഷിക്കുന്ന എല്ലാ നന്മകളെയും ആകർഷിക്കുന്ന ഒരു മനസ്സായിട്ട് മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക്
നമ്മളൊരു എല്ലാ ദിവസവും ഇത് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് മാർപ്പാപ്പ പഠിപ്പിച്ച, മാർപ്പാപ്പയായപ്പോൾ കത്തോലിക്ക സഭയിലുള്ള എല്ലാ വിശ്വാസികളെയും പഠിപ്പിച്ച ഒരു കാര്യമാണ് നമ്മുടെ അനുഗ്രഹങ്ങളെ എണ്ണുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് നേരെ ഇരിക്കാം. സിറ്റ് സ്ട്രെയിറ്റ്. നേരെ നമ്മൾ ഇരിക്കുന്നു. ശാന്തമായി നട്ടെല്ല് നിവർന്ന് നമ്മൾ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിലൂടെ വ്യാപരിക്കട്ടെ. നട്ടെല്ല് നിവർന്ന്, കഴുത്ത് നിവർന്ന്, തല അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ നേരെ ഇരിക്കുകയാണ്. കൈ രണ്ടും തൊടയുടെ ഭാഗത്തിരിക്കുകയാണ്. Slowly breathe in and breathe out. Slowly breathe in and breathe out. Slowly breathe in and breathe out. ശ്വാസോച്ഛ്വാസത്തെ എടുക്കുക. ശ്വാസോച്ഛ്വാസത്തെ എടുക്കുക. ദീർഘമായൊരു ശ്വാസം എടുക്കുക. Take your deep breathing. Hold on. And breathe it out. Slowly breathe in. Hold on. Breathe it out. Slowly breathe in. Aware your breathing. Hold it. Breathe out. Settle your mind. All the negative emotions are breathed out. You settle your mind. Focus your mind. Uninterrupted way. The focused mind. You are seeing Jesus in front of you. നമ്മുടെ മനസ്സിന്റെ മുമ്പിൽ ഈശോയെ കൊണ്ടുവരിക. ഈശോയെ നമ്മുടെ മനസ്സിലൊന്ന് കണ്ടേ. ഉത്ഥാനം ചെയ്ത ഈശോയെ നമ്മൾ കാണുകയാണ്. പ്രകാശപൂരിതമായി, ദീപ്തമായ പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, നല്ല വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ ഒന്ന് കണ്ടേ. ഈശോയുടെ തൂവെള്ള വസ്ത്രം, ഈശോയുടെ മുഖം, ഈശോയുടെ മുടി, ഈശോയുടെ നെറ്റി, ഈശോയുടെ കണ്ണുകൾ, കൺപുരികം, ഈശോയുടെ മുഖം, ഈശോയുടെ മൂക്ക്, ഈശോയുടെ ചുണ്ടുകൾ, ഈശോയുടെ താടി. See it in your life. വളരെ മനോഹരമായി ഈശോയുടെ ദിവ്യ പ്രകാശം
പ്രകാശദീപ്തമായത്. ആ ഈശോയിൽ നിന്ന് ആയിരക്കണക്കിന് വോൾട്ടുള്ള പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് കാണുക. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും ഈശോയുടെ ഈ വലിയ പ്രകാശം, സൗഖ്യത്തിന്റെ പ്രകാശം, അനുഗ്രഹത്തിന്റെ പ്രകാശം, ദിവ്യപ്രകാശം നമ്മിലേക്ക് വന്ന് നിറയുന്നതായിട്ട് കാണുക. ഓരോ പ്രാവശ്യവും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളും ഉത്കണ്ഠകളും രോഗങ്ങളും രോഗത്തിന് കാരണമായ എല്ലാ കാരണങ്ങളും എല്ലാം പുറത്തേക്ക് പോകട്ടെ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ്, അഭിഷേകത്തിന്റെ ആത്മാവ് നിറയട്ടെ. സെറ്റിൽ യുവർ മൈൻഡ്. ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലാകട്ടെ. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിൽ കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. റിലാക്സ്. നെറ്റിയുടെ ഭാഗം മനസ്സിൽ കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കണ്ണുകളുടെ ഭാഗം വിശ്രമം കൊടുക്കുക. മുഖം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശിരസിന്റെ പിൻഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നമ്മുടെ തലച്ചോറ്, നാഡീവ്യൂഹങ്ങൾ, നെർവസ് സിസ്റ്റം ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കട്ടെ. എല്ലാ ഭയങ്ങളും ഉത്കണ്ഠകളും ആദികളും രോഗങ്ങളും ഈശോയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു. When you breathe it out, hand over at the feet of Jesus. I receive the peace. My mind is set free. I am peaceful. My neck is relaxed. My throat is relaxed. My shoulder is relaxed. വിശ്രമത്തിന്റെ ആത്മാവ് നമ്മുടെ തൊഴിലേക്ക് വരുന്നതായിട്ട് കാണുക. വലത് കൈയിന്റെ ഭാഗം, മസില്, ജോയിന്റ്, റിസ്റ്റ്, ഫിംഗേഴ്സ് ആർ റിലാക്സ്. ഇടത് കൈ, മസില്, ജോയിന്റ്, റിസ്റ്റ്, ഫിംഗേഴ്സ് ആർ റിലാക്സ്. ബോത്ത് യുവർ ഹാൻഡ്സ് ആർ റിലാക്സ്. രണ്ട് കൈകളിലൂടെ വിശ്രമത്തിന്റെ ആത്മാവ് പ്രവഹിക്കുന്നതായിട്ട് കാണുക. രണ്ട് കൈകൾക്ക് വിശ്രമം കൊടുക്കുക. നെഞ്ചിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. ഉദരത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. Heart is relaxed. Stomach is relaxed. വിശ്രമത്തിന്റെ ആത്മാവ് ശരീരം മുഴുവനും വ്യാപരിക്കട്ടെ. നെഞ്ച്, ഉദരം, ഹൃദയം, കിഡ്നി, ലിവർ, പാൻക്രിയാസ് ഇതെല്ലാം ദൈവാത്മാവിനാൽ നിറഞ്ഞു നിൽക്കട്ടെ. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. വിശ്രമത്തിന്റെ ആത്മാവ് നമ്മുടെ നട്ടലിലൂടെ പ്രവഹിക്കട്ടെ. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. Your legs, thighs, knees, calf muscle relax. Your left leg, thighs, knees, calf muscles, ankle relax. രണ്ട് കാലുകൾക്കും വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ദൈവാത്മാവ് എന്നിൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ പൂർണ്ണമായും ശാന്തതയിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ശാന്തതയിൽ ലയിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. മറ്റു ശബ്ദങ്ങളൊന്നും നമ്മെ
ഭാരപ്പെടുത്തുന്നില്ല, അസ്വസ്ഥപ്പെടുത്തുന്നില്ല. ഇനി നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്നു. ഏറ്റുപറയുന്ന ഓരോ വചനവും ഞാൻ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു. പറയുന്ന ഓരോന്നും വിശ്വാസ്യവും സത്യവും മാകുന്നു. ഞാൻ ഏറ്റുപറയുന്ന ഓരോന്നും എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു, യാഥാർത്ഥ്യവുമാകുന്നു. ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവും സമ്പൂർണമായ ശക്തിയും ഉണർവും ഉന്മേഷവുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു, എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ സമ്പൂർണമായ ആരോഗ്യവും ശക്തിയും ഉണർവും ഉന്മേഷവും ദീർഘായുസ്സുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ ശരീരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുകയാണ്. Feel it. My brain is perfect. I am having the memory power. All the neurons, all the nervous system working in the divine order. My eyes are perfect. My voice is perfect. My throat is perfect. My hearing power is perfect. എനിക്ക് നല്ല കാഴ്ചശക്തിയും ശ്രവണശക്തിയുമുണ്ട്. My neck is perfect. All the bones in the neck are regenerated, perfectly healthy. My neck is perfectly whole and perfect. The healing light is coming upon my heart. പ്രകാശം, സൗഖ്യത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ഹൃദയത്തിൻ്റെ ഓരോ കോശങ്ങളെയും പുനഃസൃഷ്ടി ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിലൂടെ രക്തം ദൈവീക പൂർണ്ണതയിൽ പമ്പ് ചെയ്യുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവുകളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസോൾവ്. അവിടെ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിസോൾവ്. അവയെല്ലാം നിർവീര്യമായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ പമ്പിങ്, രക്തധമനികളുടെ പമ്പിങ് വളരെ നോർമലായിട്ട് നടക്കുന്നു. ഹൃദയത്തിൻ്റെ ഓരോ കോശങ്ങളും പുനഃസൃഷ്ടി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹൃദയത്തിൻ്റെ വാൽവുകൾ ദൈവീക പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ഹൃദയം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സൗഖ്യത്തിൻ്റെ ആത്മാവ് കിഡ്നിയിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് കാണുക. കിഡ്നിയുടെ ഓരോ കോശങ്ങളെയും പുനഃസൃഷ്ടി ചെയ്തിരിക്കുന്നു. എൻ്റെ ക്രയാറ്റിൻ നോർമലാണ്. സൗഖ്യത്തിൻ്റെ ആത്മാവ് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളെയും ബാധിക്കട്ടെ. എൻ്റെ ദഹനേന്ദ്രിയങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ നട്ടലിലേക്ക് കർത്താവിൻ്റെ പ്രകാശം നിറയട്ടെ. നട്ടലിലേക്ക് പ്രകാശം നിറയട്ടെ. ഓരോ കശേരുകളിലും പ്രകാശം നിറയട്ടെ.
ശരീരത്തിന്റെ ഓരോ ജോയിന്റുകള് ദൈവാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ദൈവകൃപയിൽ, ദൈവിക പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും അസ്ഥികൾ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ് കടന്നു ചെന്ന് അവയെ പുനഃസൃഷ്ടി ചെയ്യുന്നു. All the bones are perfect. All the joints are perfect. All the ligaments are in the divine order. My heart, liver is perfect. My sugar is normal. My sugar is normal. My sugar is normal. My pressure is normal. My pressure is normal. My pressure is normal. I am perfectly healthy, strong and powerful. I am anointed with the divine spirit. All my medical reports are normal and perfect. All my medical reports are normal and perfect. I am perfectly healthy, strong and powerful. I am perfectly healthy, strong and powerful. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാകുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാകുന്നു. ഇതാ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തത നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ ക്ഷമ നിറഞ്ഞ വ്യക്തിയാകുന്നു. I am whole and perfect. കർത്താവിന്റെ സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി സമൃദ്ധമായി സമ്പത്ത് എന്നിലേക്ക് സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി സമൃദ്ധമായി എന്നിലേക്ക് അനായാസേന വളരെ എളുപ്പത്തിൽ സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്നു. സമൃദ്ധമായ സമ്പത്ത് സമൃദ്ധമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് എന്നിലേക്ക്, സമൃദ്ധമായ സമ്പത്ത് എന്നിലേക്ക് നിരന്തരം അനായാസേന വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാകുന്നു. ഞാൻ എൻ്റെ സമ്പത്തിനെ സൂക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സമ്പത്തിനെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു.
ഐശ്വര്യം നദിയായി ഒഴുകട്ടെ. അനുഗ്രഹം നദിയായി ഒഴുകട്ടെ. സമൃദ്ധി സമൃദ്ധമായി നിറയട്ടെ. ഈ ഒരാഴ്ച മുഴുവനും കർത്താവിന് സമർപ്പിക്കുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തനായ വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് നന്മയായ കാര്യങ്ങൾ മാത്രം കടന്നു വരുന്നു. നന്മയായ വ്യക്തികൾ കടന്നു വരുന്നു. എൻ്റെ ജീവിതം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. കർത്താവേ, ലോകത്തിൻ്റെ മേൽ നിന്റെ ആത്മാവിനെ അയക്കണമേ. ഞങ്ങളെല്ലാ ശുശ്രൂഷകളും വലിയ അഭിഷേകം നിറഞ്ഞതാണ്. എല്ലാ ശുശ്രൂഷയിലും വളരെയധികം ജനങ്ങൾ പങ്കെടുക്കുന്നതിന് നന്ദി പറയുന്നു. നിന്റെ രാജ്യം വരണമേ. ഇനി നമ്മൾ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുമ്പോൾ സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. 1, 2, 3. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. ഓരോ പ്രാവശ്യം എണ്ണുമ്പോഴും കൂടുതൽ കൂടുതൽ ഉണർവിലേക്ക് വരുന്നു. സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്ന മുഖമായി നമ്മൾ ഉണർവിലേക്ക് വരികയാണ്. 4, 5. Slowly open your eyes. Feel fresh, wide awake. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ കണ്ണുകൾ തുറക്കുന്നു. 1, 2, 3. 5 എണ്ണുമ്പോൾ കണ്ണുകൾ തുറക്കുകയാണ്. നമ്മൾ ഉണർവിലേക്ക് വരുന്നു. വലിയ സന്തോഷത്തോടെ ഈ ഒരാഴ്ചയെ മുഴുവൻ വെൽക്കം ചെയ്യുകയാണ്. Only good things are coming. Great things are coming. Great surprises are coming. Open your heart with a full of excitement. Good things are coming. With a smiling face, slowly open your eyes. Come to the consciousness. 4, 5. Slowly open your eyes. Feel fresh, wide awake. Rub your hand. 4, 5. Open your eyes. Rub your hand. Rub your face. Thank you, Jesus. Open your eyes. Feel fresh. Good morning. Good morning. Praise the Lord. Praise the Lord. Happy day. Thank you. സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നാളെ ഇന്ന് രാത്രി ഞാനൊരു യാത്രയ്ക്ക് പോവാണ്. ഒരു യാത്രയിലായിരിക്കും. അതുകൊണ്ട് നാളെ മുഴുവനും എൻ്റെ യാത്രയുടെ സമയമായതുകൊണ്ട് വണ്ടിയിലായിരിക്കുന്നത് കൊണ്ട് മെഡിറ്റേഷൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെയും ഉണ്ടാകില്ല, വൈകിട്ടുള്ള രാവിലെ അല്ലെങ്കിലും ഇല്ല, തിങ്കളാഴ്ച ദിവസം വൈകിട്ടാണ്. അപ്പം നാളെ വൈകിട്ടുള്ള ക്ലാസ് ഉണ്ടാകില്ല, കാരണം ഞാൻ യാത്രയിലായിരിക്കും. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ചൊവ്വാഴ്ച ആയിരിക്കും നമ്മൾ കണ്ടുമുട്ടുക. ഞാൻ ഗ്രൂപ്പിൽ ഒന്നുകൂടി മെസ്സേജ് ഇട്ടേക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. Okay, sir. Thank you. Your journey be protected, sealed and protected. You pray for my journey. Bless me. Okay, sir. Okay, sir. Okay. God bless you. പിന്നെ പ്രത്യേക ഒരു നിയോഗമുണ്ട്. ആ നിയോഗത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം. ഓക്കെ.